ഒന്നല്ല എന്നുള്ളതാണ് സത്യം. മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഈ പറഞ്ഞത് ഞാനൊരു മ്യൂസിക് ആസ്വാദകനാണ്, തബ്ല പ്ലെയറായിരുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, കുറച്ച് ഗാനമേള അല്ലെങ്കിൽ കച്ചേരികളും ഒക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്. മ്യൂസിക് കോളേജിലാണ്, അടയാർ മ്യൂസിക് കോളേജിലാണ് പിന്നീടുള്ള പഠനം പോയത്. കാര്യം അവിടെ 8ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. 8ാം ക്ലാസ് പാസ്സാണെങ്കിൽ അവർ അവിടെ അഡ്മിഷൻ കൊടുക്കും, ടാലൻറ്റഡ് ആണെങ്കിൽ. സോ അവിടെ ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. പക്ഷെ അതും ഞാൻ മുഴുവിച്ചില്ല. കാര്യം ഞാനൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഐ വാസ് ദ ഗോൾഡ് മെഡലിസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്ക് അവിടെ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്സ് എനിക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ആ സമയമായപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഗുരുനാഥൻ്റെ വീട്ടിൽ പോവുകയും പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇവരൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവസാനം ഇതുപോലൊരു വീട്ടിൽ താമസിക്കാനാണെന്നൊരു ചിന്ത വരികയും അവിടുന്ന് അങ്ങനെ മാറി ചിന്തിച്ച് അടുത്ത ദിവസം കൊണ്ട് ഞാൻ കോളേജിൽ പോകാൻ നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ഞാൻ ഇരിക്കുന്ന സ്ഥലം ശരിയല്ലെന്ന് തോന്നി അവിടെ നിന്ന് ഞാൻ അപ്പോൾ സ്കൂട്ടാവും. അത് അന്നേ ഉണ്ട് ആ ശീലം. അപ്പോൾ എനിക്ക് വയസ്സ് 18, 19 ഐ തിങ്ക്. പിന്നെയാണ് ഔസുപ്പൻ സാറിനോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഹാർമോണിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ജോലിയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ ഔസുപ്പൻ സാറിനോട് ഏകദേശം 14 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ സൈമിൾട്ടേനിയസ്ലി അഡ്വർടൈസ്മെൻറ്റ്സ് മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. കീബോർഡ് പ്രോഗ്രാമിങ് സ്വന്തമായി ഡു ആൻഡ് എറർ എക്സസൈസ് ചെയ്ത് ഞാൻ തന്നെ എറർ ചെയ്ത് ഞാൻ തന്നെ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ വന്നൊരാളാണ്. എനിക്ക് എൻ്റേതായ ടെക്നോളജി ഉണ്ട്. എൻ്റെ സൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം എൻ്റെതായ രീതിയിലൂടെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ വേ ഐ ലേൺ സൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഞാൻ ഏത് വഴിയാണ് വന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അതിപ്പം ഓവർ ഡീറ്റെയിലിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ ആ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുന്നില്ല. ഞാൻ തന്നെ പ്രയത്നിച്ചു, ഞാൻ തന്നെ പ്രോഗ്രാമിങ് ചെയ്ത് തബല പ്ലെയറായിരുന്ന ഞാൻ ജീവിക്കാനുള്ള തത്രപ്പാടുകൊണ്ട്, ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ഇതിൽ നന്നായി ശോഭിക്കണമെന്നുള്ള അതിതീക്ഷ്ണമായ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ തന്നെ എന്നെ മാറ്റിയെടുത്തതാണ് ഒരു ടെക്നീഷ്യനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സിനിമകൾ റെഫർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പഠനം ഇന്നും തുടരുന്നു. അന്നും ഇതുപോലെ തന്നെ ഔസുപ്പൻ സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അസിസ്റ്റൻറ്റ് ബോയിനെ പോലെയായിരുന്നു. സാധനങ്ങൾ എടുത്തു വെച്ച് കൊടുക്കുക, ഹാർമോണിയം പെട്ടി എടുത്ത് വയ്ക്കുക, തിരിച്ചുകൊണ്ട് വയ്ക്കുക, കമ്പോസിങ് എല്ലാം അറ്റൻഡ് ചെയ്യുക. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ കണ്ടും കേട്ടും നിന്നും പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വന്ന എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന് ഇൻ ആൻഡ് ഔട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞപ്പം ആദ്യമായിട്ടൊരു ഓഫർ വന്നു. രഞ്ജിത്ത് സാറിൻ്റെ പടമായിരുന്നു, രാവണപ്രഭു എന്നായിരുന്നു പടം. അന്ന് എനിക്ക് വയസ്സ് 23 ഐ തിങ്ക് 21. രാവണപ്രഭു എന്നുള്ള സിനിമ വന്നു. എനിക്കെന്തുകൊണ്ടോ എൻ്റെ അന്നത്തെ പരിചയം കൊണ്ട് തന്നെ ഞാൻ അന്നൊരു രാവണപ്രഭു ചെയ്ത, ഒരുപക്ഷെ അത് ചിലപ്പോൾ വലിയ ഹിറ്റും ആവുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ, അതിനുശേഷം അതിനോടപ്പുറത്തോട്ടുള്ള വിദ്യ ഞാൻ അഭ്യസിച്ചിട്ടില്ല. കാര്യം എനിക്ക് മാക്സിമം 2 വർഷം ഓടാനുള്ള ഒരു പെട്രോൾ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കയ്യിൽ. എനിക്കും അറിയാമായിരുന്നു എനിക്ക് എൻ്റെ കഴിവുകേടുകളും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് എൻ്റെ വളർച്ചയായിട്ട് ഞാൻ കരുതുന്നത്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് അത് എനിക്ക് ആലോചിക്കണം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഇറ്റ്സ് ഫൈൻ, ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം രാവണപ്രഭു എന്നുള്ള സിനിമയ്ക്ക് സുരേഷ് പീറ്റേഴ്സ് സാറാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമറാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹമാണ് ആ പടം ചെയ്തത്. അദ്ദേഹത്തിന് അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അറിയാതെ എന്നുള്ള പാട്ടിന് വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞാൽ അതെ കണ്ടില്ലേ, നീ റിജക്റ്റ് ചെയ്ത പടം അവിടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ബട്ട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ എനിക്കും കിട്ടുമായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ്. പക്ഷേ ഞാൻ ആ സ്റ്റേറ്റ് അവാർഡ് കൊണ്ട് വെറുതെ വീട്ടിലിരിക്കുള്ളൂ, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പിന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്നു, വീണ്ടും വർഷങ്ങളോളം കാത്തിരുന്നു. ഒരുപാട് പേർക്ക് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു. വിശാൽ ശേഖരനോടൊപ്പം, വിദ്യാസാറിനോടൊപ്പം, ഔസുപ്പൻ സാറിനോടൊപ്പം, ഇപ്പം ഒരുപാട് പേരുണ്ട്. തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് കാലത്തിന് ശേഷം റോഷൻ ആൻഡ്രൂസ് എന്ന ഡയറക്ടർ ആദ്യമായി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ശ്രീനിവാസ് സാറിൻ്റെ സ്ക്രിപ്റ്റിലെ ഒരു വർക്ക് ഉദയനാണെന്നായിരുന്നു എന്ന സിനിമ. അപ്പോഴേക്കും വർഷം 12 കഴിഞ്ഞു ഔസുപ്പൻ സാറിനോട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അഡ്വർടൈസ്മെൻറ്റ് മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ 12 വർഷത്തിൽ ഞാൻ ഏകദേശം ഒരു 5000-ൽ കൂടുതൽ ജിംഗിൾസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്പോസർ എന്ന് പറയില്ല,
വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നീഷ്യനായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ ചെയ്യണമെന്നോ ഈ പറഞ്ഞൊരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വർഷത്തെ പരിചയമുണ്ടായിരുന്നു. എന്തുകൊണ്ടും എന്നേക്കാളും വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞവരൊക്കെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുകയും അവർ വളരുകയും ചിലർ പറക്കുകയും ചിലർ ചിറകറ്റ് വീഴുകയും വീണ്ടും പറന്ന് പൊങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നു. അത് ഉദയനാണ് താരത്തിനാണെന്ന് പറയാനുള്ള കാരണം, ഉദയനാണ് താരം എന്നുള്ള സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യണം. ദീപക് ദേവാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഞാൻ അതിനപ്പുറം ഞാൻ പ്രോഗ്രാമറാണ് ഔസപ്പൻ സാറിൻ്റെ കൂടെ. ഔസപ്പൻ സാറിന് വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബാക്കിങ് ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് റോഷൻ ആൻഡ്രൂസ് എനിക്ക് ആദ്യമായിട്ട് റോഷൻ ചേട്ടൻ ഒരു പടം ഓഫർ ചെയ്തു. അതാണ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമ. അതിൽ എന്നോട് പറഞ്ഞു മെജു ആണ് മ്യൂസിക് ചെയ്യുന്നത്, സന്തോഷം, അതിൻ്റെ ബാക്കിങ് ചെയ്യണമെന്ന് പറഞ്ഞു, അതായത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ ചെയ്യാലോ, എൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യും. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, നീ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തു തരാമെന്ന് പറഞ്ഞു. തുടങ്ങി ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ പശ്ചാത്തല സംഗീതം ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് അപ്പോൾ ഉണ്ട്. കാര്യം ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അനിയത്തി പ്രാവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു കീബോർഡ് വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം 97 പിന്നെ 2006 അങ്ങോട്ടാണ് ഐ തിങ്ക് നോട്ട്ബുക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോഴും ഒരുപാട് എക്സ്പീരിയൻസ് ആയല്ലോ. സോ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നോട്ട്ബുക്കിന് ശേഷം പിന്നെ വന്നതാണ് ബിഗ് ബി, മമ്മൂക്കയുടെ സിനിമ, അമൽ നീരദിൻ്റെ സിനിമ. അമലായിട്ട് പരിചയപ്പെടുന്നതിന് അപ്പോഴാണ്. പിന്നെ അമലിൻ്റെ തന്നെ സാഗറിലെ ജാക്കി, അൻവർ, അങ്ങനെ ഓരോരോ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണ്. അതായത് ഒരു മലയാളത്തിലൊരു ആദ്യത്തെ ഒരു എന്താ പറയുക, ആദ്യത്തെ ന്യൂജൻ സിനിമ എന്നൊക്കെ പറയുന്നത് ബിഗ് ബി ആണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് ടൈം സമീർ ആയിക്കോട്ടെ, കുട്ടനായിക്കോട്ടെ, ഐ മീൻ വിവേക് ഹർഷൻ, ഞങ്ങൾ കുട്ടെന്ന് വിളിക്കുക, അമലായിക്കോട്ടെ, എല്ലാവർക്കും ഒരു പുതിയൊരു വഴി, കാട് പിടിച്ചിരുന്ന സ്ഥലത്ത് ഒരു വഴി വെട്ടി ഞങ്ങളുടെ ഒരു വഴി ഉണ്ടാക്കിയൊരു ഒരു ട്രാവലായിരുന്നു ബിഗ് ബി. അതിലൂടെ സാഗർ ജാക്കി, അൻവർ, അങ്ങനെ പിന്നെ അൻവറാണ് ശരിക്കും ആദ്യമായിട്ടുള്ളൊരു എനിക്കൊരു കമേഴ്ഷ്യൽ മ്യൂസിക് ഹിറ്റ് ഉണ്ടാകുന്നത്. അതിന് മുമ്പെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാട്ടുകളെല്ലാം. പറഞ്ഞ പോലെ ഒരു ഗ്രിപ്പ് കിട്ടുന്നത്, ഓക്കെ എനിക്കിനി ഈ ഒരു പാട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് നിന്ന് പതുക്കെ ഒന്ന് ഫോക്കസ് ഷിഫ്റ്റ് കൊടുക്കാം എന്ന് തോന്നിയത് ഖൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ടിന് ആദ്യമായിട്ട് വനിതാ ഫിലിം അവാർഡ് കിട്ടുന്നിടത്താണ്. അപ്പോൾ ആ ഒരു ഖൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ട് അത്ര ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും മാസ് ഹിറ്റായി മാറുകയും, അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല എനിക്ക്. ഞാൻ ക്ലാസ്സും ചെയ്യും മാസും ചെയ്യും. എനിക്ക് ദിലീപേട്ടൻ്റെ സിനിമകൾ ഇഷ്ടമാണ്, മാസ് പടങ്ങൾ. ലാലേട്ടൻ്റെ ഭയങ്കര രാജാവിൻ്റെ മകനൊക്കെ ഞാൻ 85-90 പ്രാവശ്യം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ന്യൂഡൽഹിയൊക്കെ 60-70 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എണ്ണി കാണുമായിരുന്നു. ഒരു ഡയലോഗും ബൈഹാർട്ടായിരുന്നു. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ട്രാവൽ ഫസ്റ്റ് സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ട് നിങ്ങളാണ് കൊണ്ടുപോയത്. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ലൈഫ് എൻ്റെ കയ്യിലല്ല. നിങ്ങൾ പ്രേക്ഷകരാണ് എന്നെ ഏറ്റെടുത്തത്. നിങ്ങൾ പ്രേക്ഷകരാണ് എന്നെ വളർത്തിയത്. എന്നെ വളർത്തുകയും തളർത്തുകയും വീണ്ടും വളർത്തുകയും തളർത്തുകയും ചെയ്തു പോകുന്നു. എൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരമ്മ കുഞ്ഞിനെ വളർത്തി, അതുപോലെയാണ് ഔസപ്പൻ സാറ് എന്നെ വളർത്തിയത്. ഞാൻ പോലും അറിയാതെ പഠിച്ച ഒരുപാട്, അദ്ദേഹം പോലും അറിയാതെ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ പോലും അറിയാതെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. മോനെ, നീ പറക്കാൻ തുടങ്ങുന്നതിന് ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല. ഒരു അമ്മക്കിളി കുഞ്ഞിനോട് പറയുകയാണ്, നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഗർത്തമാണ്, അതൊരു വലിയ കൊക്കയാണ്, അതാണ് സിനിമ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സൗന്ദര്യമാണ്, കൊക്കയൊക്കെ കാണാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ കടൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയുള്ളൂ അത് വലിയ തിമിംഗലങ്ങളും അല്ലെങ്കിൽ കൊക്കയാണെങ്കിൽ വലിയ ആഴമൊക്കെ ഉണ്ട്, തലയടിച്ച് വീഴും. അപ്പോൾ അതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നീ നിൻ്റെ ഇന്ധനം ശേഖരിക്കൂ. നീ എത്രത്തോളം നിൻ്റെ എക്സ്പീരിയൻസ് വളർത്തുന്നു അതിനനുസരിച്ചായിരിക്കും നിൻ്റെ ഫ്ലൈ എങ്ങനെയാണെന്നുള്ളത്
ഞാൻ പറഞ്ഞതിനേക്കാൾ ഗംഭീരമായിട്ട് നീ പറക്കുന്നത് ഞാൻ കാണണം, എന്നാണ് എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് എൻ്റെ ഗുരുദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്ത് നിറയെ ഇന്ധനം സ്വീകരിച്ച് എൻ്റെ പറക്കലിൽ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്ത് ക്രിറ്റിസിസംസൊക്കെ കേട്ടാലും അതിനെ താങ്ങിക്കൊണ്ട് തന്നെ ഒരു പാട്ട് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടാൽ അതിനപ്പുറം വേറെ ഒരെണ്ണം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള, അതിലോട്ടൊന്നും തളരാതെ. കാര്യം ഞാനൊരു മിനിമം 25 വർഷം പറക്കാനുള്ള ഇന്ധനം എൻ്റെ കയ്യിൽ ശേഖരിച്ചിട്ടാണ് ഞാൻ പറക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എവിടെയും തളരുന്നില്ല. അത്രയും എക്സ്പീരിയൻസ്ഡാണ്. എക്സ്പീരിയൻസ്ഡായ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എനിത്തിങ്, ഒരു മനുഷ്യൻ അവന് എത്ര അടിച്ച് താഴെയിട്ടാലും അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ബിക്കോസ് ഈസ് പാഷനേറ്റ് അബൌട്ട് ഹിസ് കരിയർ. അതാണ് സത്യം. അപ്പോൾ എൻ്റെ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ നിങ്ങൾ പ്രേക്ഷകരാണ് എനിക്കുള്ള അംഗീകാരങ്ങൾ തന്നത്. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗവൺമെൻറ് അവാർഡ് എന്ന് പറയുന്നത് നാഷണൽ അവാർഡാണ്, 1983 എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അതിന് ശേഷമാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരും അതുപോലെ ഒരുപാട് എൻ്റെ വെൽവിഷേഴ്സും എല്ലാം എന്നോട് ചോദിച്ചത് ഇത് എത്രാമത്തെ സ്റ്റേറ്റ് അവാർഡാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് അല്ലേ ചുമ്മാ പറയില്ലേ, കളിപ്പിക്കില്ലേ, ഇത് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അവരുടെ മനസ്സിൽ അവരെനിക്ക് ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ ഓൾറെഡി തന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഗവൺമെൻറ് എനിക്ക് തരുന്നത്, ഞാനാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചത്. സെൻസ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഇത് എത്രാമത്തെ സ്റ്റേറ്റ് അവാർഡാണെന്ന് ചോദിച്ചു. അതിനേക്കാൾ വലിയൊരു അംഗീകാരം എനിക്കില്ല. എനിക്ക് ആദ്യം കിട്ടിയ നാഷണൽ അവാർഡാണ്. പിന്നെ പല പല അവാർഡ്സും വരുന്നുണ്ട്. അവാർഡ്സുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, എനിക്ക് അവാർഡിനേക്കാൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് കുട്ടികളൊക്കെ എൻ്റെ പാട്ട് പാടുന്നിടത്താണ്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അവിടെ തന്നെ ഇരിക്കും. എൻ്റെ ഒരു പാട്ട് ജോണി മോനെ ജോണി അല്ലെങ്കിൽ അപ്പങ്ങളും പാടും ആയിക്കോട്ടെ, എനിത്തിങ്, ഒരു സിമ്പിൾ പാട്ട്, അതൊക്കെ കുട്ടികൾ പാടുന്നിടത്താണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിക്കറിയില്ല, അവർ പാടുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ. അതെനിക്ക് നാഷണൽ അവാർഡ്, ഓസ്കർ അവാർഡ് എന്ത് കിട്ടിയാലും ആ സന്തോഷം കിട്ടുന്നില്ല, എന്താ അറിയില്ല, അത് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. കാര്യം അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് കൂടി തീരുമാനിക്കുന്ന ആ സമയത്ത് തോന്നുന്ന ഒരു ചെറിയ വികാരത്തിൽ കറക്കി കുത്തുന്നതാണ് ഈ അവാർഡ്. പക്ഷേ ജനങ്ങൾ തരുന്ന അവാർഡുണ്ടല്ലോ, നമ്മളൊരിടത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഓടി ഒന്ന് സെൽഫി എടുക്കുന്നു, അതാണ് സ്നേഹം. അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു, അതാണ് സ്നേഹം. നമ്മൾ നോക്കുന്നുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ അസൂയ കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് അപ് ടു, ഐ എം അബ്സല്യൂട്ട്ലി ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ അതിന് ഞാൻ എടുക്കുന്ന രീതി, ക്രിറ്റിസിസം ഹാപ്പിയാണ് എനിക്ക്. കാര്യം എന്നെ തിരഞ്ഞെടുത്തല്ലോ. അറ്റ്ലീസ്റ്റ് ദേ ആർ ലുക്കിംഗ് അറ്റ് മീ. ടു അവോയ്ഡ് ക്രിറ്റിസിസം, സേ നത്തിങ്, ഡു നത്തിങ് ആൻഡ് ബി നത്തിങ് ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആവാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷമുള്ളൂ. അപ്പോൾ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വളർച്ച, ഇതിപ്പോൾ ഒരു വളർന്നതാണോ, ഇനിയും വളരാനുണ്ടോ അതിനെക്കുറിച്ചൊന്നും അറിയിട്ടില്ല. എനിവേ, സോ ഐ എം ഹാപ്പി. ഞാനൊരിക്കലും തിരിഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഒരു ഇൻ്റർവ്യൂ എൻ്റെ അടുത്ത് ആരും ചോദിച്ചു, ഗോപി സുന്ദർ എത്ര പടം ചെയ്തിട്ടുണ്ട്? എനിക്കറിയാൻ പാടില്ല, ഞാൻ എണ്ണീട്ടില്ല. ഒരു വർഷം 22-23 പടമൊക്കെ ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തെലുങ്കിലും ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു കമ്പോസിഷൻ, എനിക്ക് വരുന്ന ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു കമ്പോസിഷൻ, ആ സമയത്ത് തോന്നിക്കുന്ന ഒരു മെലഡിയോ വാട്ടവർ, അടിപൊളി വാട്ടവർ, ഈ ഐഡിയാസ് എന്ന് പറയും. കമ്പോസിഷൻ എന്ന് പറയുന്നത് ഐഡിയാസ് എന്ന് പറയും. ആ ഐഡിയാസ് നമ്മൾ തലച്ചോറിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ റിലീസ് ചെയ്യും. അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സ്ട്രെയിനും എടുക്കുന്നത്. തലച്ചോറ് എന്ന് പറഞ്ഞ സംഭവം ഒരു വൃത്തിയിട്ട സാധനമാണ് മനുഷ്യന്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കൺട്രോൾ നമുക്കില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഞാൻ മാക്സിമം അത് തലച്ചോറ് ഉപയോഗിക്കാതെ മനസ്സിൽ തോന്നിയ മെലഡീസ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കാര്യം നേരെ മനസ്സിൽ നിന്ന് മനസ്സിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിനേക്കാളും വൃത്തിയായിട്ടൊരു പ്രോഡക്റ്റ് വേറെ ഉണ്ടാവില്ല. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ അപ്പം തന്നെ റിലീസ് ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് ഉണ്ടാകുന്ന ഇൻസ്റ്റിങ്ക്റ്റിനോട് അത് ദൈവം തരുന്നതാണ്. അതങ്ങനെ കേടുപാടൊന്നും കൂടാതെ അങ്ങ് എത്തിക്കുക. അപ്പോൾ ഞാൻ പിന്നിലോട്ട് നോക്കില്ല എന്ന് പറയുന്നത് കാരണം ഇതൊരു മലകയറ്റമാണ്. നമ്മൾ താഴത്തോട്ട് നോക്കിയാൽ നമുക്ക് പേടിയാവും.
ഞാൻ ഇത്ര ഹൈറ്റിൽ കയറി, എനിക്ക് പേടിയാണ്, തല വീഴും അല്ലേ, താഴെ വീഴും എന്ന് പറഞ്ഞാൽ ഇതൊരു കയറ്റമാണ്. അതങ്ങ് പോട്ടെ, വീഴുമ്പോൾ വീഴട്ടെ, പിന്നെയും പിടിച്ച് കയറാം, അത്രേ ഉള്ളൂ. ഞാനിതുവരെ എൻ്റെ ഒരു പ്രോജക്റ്റ് ഇത്ര പടം, ഇത്ര പേരൊക്കെ കണ്ടു, ഇത്ര പേര് സെൽഫി എടുത്തു, ഇത്ര പേര് കാണാൻ കഴിഞ്ഞു, അതൊരു അച്ചീവ്മെൻ്റായിട്ട് വിചാരിക്കുന്നില്ല. എന്നെ മറക്കാതിരിക്കുന്ന പ്രേക്ഷകർ ഉണ്ടാവണം, എൻ്റെ പാട്ടുകൾ എല്ലാവരും ഏറ്റു പാടണം. അത് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതെനിക്ക് കാണാൻ കഴിയണം. അല്ലാണ്ട് പോയി ആവിയായി മോളിൽ പോയിട്ട് നിങ്ങളെന്നെ പ്രശംസിച്ചിട്ട് എന്ത് കാര്യം? വെറുതെ അയാളൊരു നന്നായിരുന്നു, നല്ല എല്ലാവരും മരിച്ച നല്ല അഭിപ്രായം പറയും. അതല്ല, എനിക്ക് ജീവിക്കുമ്പോൾ തന്നെ എനിക്ക് ആസ്വദിക്കണം. അങ്ങനെ ആസ്വദിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എൻ്റെ ലൈഫ്. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലിരിക്കുകയാണ്. എന്താ പറയുക, നമുക്കാർക്കും സിനിമ കാണാൻ പറ്റുന്നില്ല. സിനിമ തിയേറ്ററെല്ലാം ക്ലോസ്ഡാണ്. തിയേറ്റർ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിരുന്ന സമയത്ത് പോലും പ്രതിസന്ധിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ തിയേറ്റർ കൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യം പറയണം. അപ്പോൾ വൺ എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ സിനിമയാണ്. മമ്മൂക്ക ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ വേഷമണിയുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പിന്നെ വർക്ക് നിർത്തി, എൻ്റെ പണിക്ക് പോയി, ഞാൻ എൻ്റെ പരിപാടി നിർത്തി. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചില ഭാഗങ്ങളൊക്കെ ഞാൻ റീവർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ ഇത് എന്തിനാണ് കൊണ്ടുവരുന്നത് ആർക്കും അറിയില്ല. കാര്യം തിയേറ്റർ എപ്പോൾ തുറക്കാമെന്നൊന്നും അറിയില്ല. അത് കൊറോണ എന്ന് പറഞ്ഞ അസുഖത്തിനോട് ചോദിക്കേണ്ട ഒരു കാര്യം. ആ വൈറസിനോട് മാത്രം ചോദിച്ചാൽ ഇനി എങ്ങോട്ട് എന്നുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ തിയേറ്ററൊക്കെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. OTT പ്ലാറ്റ്ഫോമിലൂടെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സീ യു സൂൺ. നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. തിയേറ്ററിലിരിക്കുന്ന പ്രേക്ഷകരൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, റിവൈൻഡ് അടിക്കുകയും ഫോർവേഡ് അടിക്കുകയും ഒക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് കാണാൻ പറ്റും. അതാണ് ഏറ്റവും സൗകര്യമുള്ള പരിപാടി. ബാക്കി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഇരുത്തണമെങ്കിൽ ഒരു വലിയ ബുക്കുണ്ട്, അതെടുത്ത് വെക്കണം. അത് തുറന്നിട്ട് ഓക്കെ ഇങ്ങനൊരു സീനാണ് പണ്ട്, ഇപ്പോൾ ഇതെങ്ങനെ ആൾ കണ്ടിരിക്കും, അതെങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്ക് അവൻ എണീറ്റ് പോകാതെ എങ്ങനെ ഇവിടെ ഇരുത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ടോ എല്ലാ ടെക്നീഷ്യൻസിനും. ആ ഒരു വലിയ പുസ്തകം കൂടെ മാറ്റി വയ്ക്കാൻ പറ്റി സീ യു സൂൺ ചെയ്ത സമയത്ത്. ഭയങ്കര സുഖമായിട്ട് ആ സിനിമയ്ക്ക് എന്താ വേണ്ടത് മാത്രം ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, അതിനൊരു സന്തോഷം. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരെയാണ്. അങ്ങനെയുള്ള സിനിമകൾ തന്നെ വരണം. അങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചെറിയ ചെറിയ സിനിമകളൊക്കെ ഇത് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ വലിയ സിനിമകളൊക്കെ നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ വീട്ടിൽ നിന്ന് കാണാം, തിയേറ്ററിൽ നിന്ന് കാണാൻ ഒരു വലിയ വ്യത്യാസമാണ്. ആ ലാലേട്ടൻ ഇങ്ങനെ കറങ്ങി വന്നിങ്ങനെ നിൽക്കുമ്പോൾ മുരുകെന്ന് വരുമ്പോൾ ഒരു 500-600 പേര് എണീറ്റ് സീറ്റിന് മുകളിൽ എണീറ്റ് നിന്ന് ചാടുന്നത് കണ്ട് ലാലേട്ടൻ ആസ്വദിക്കുന്ന ആ ഒരു പവർ എനർജി, ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഉണ്ടാകുന്ന പാലഭിഷേകവും ചെണ്ടമേളവും, അങ്ങനെ ഒരു ആഘോഷരാവുകളും ആഘോഷ ദിനങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേരെ കഞ്ഞിയാണ് മുട്ടിയിരിക്കുന്നത് ഇപ്പോൾ. ഞാൻ എന്നെപ്പോലുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ വരുമാനമൊക്കെ വെച്ച് ജീവിച്ചു. പക്ഷേ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, കഥകളി ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ചാക്യാർകൂത്ത് പോലുള്ള നാടകങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, കച്ചേരിക്കൊക്കെ പോകുന്നവർ. അവർക്കൊക്കെ വീടുകൾ പട്ടിണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിവേ, സോ ലെറ്റ്സ് പ്രേ. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വീണ്ടും പഴയ പ്രൗഢിയിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതിന് നമ്മളെ കൊറോണ അനുഗ്രഹിക്കട്ടെ. നമ്മളെ വിട്ട് ഈ മഹാവിപത്ത് അല്ലെങ്കിൽ മഹാമാരി പോകട്ടെ. വേഗം പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പഴയ പോലെ ഇടയ്ക്കൊക്കെ ലുലു മോളിൽ വെച്ച് കാണുമ്പോൾ ഹായ് പറയാം, സെൽഫി എടുക്കാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സിനിമ കാണാം, പോപ്കോൺ കഴിക്കാം. പോപ്കോൺ കഴിച്ച കാലമൊക്കെ മറന്നു മക്കളെ. ഇനിയിപ്പോൾ എന്തായാലും വേഗം തന്നെ എല്ലാവരും തിയേറ്ററൊക്കെ തുറക്കുന്നു, പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും അനുഗ്രഹം വേണം. ആൻഡ് ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു. എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂരേ, ആരും
കാണാവൊളിയും നീയെ എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ.